നമ്മുടെ SSCയുടെ ഫേസ് നോട്ടിഫിക്കേഷൻ വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മിനിമം 10ാം ക്ലാസ്, +2, ഡിഗ്രി അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റുമായിരുന്നു. അപ്പോൾ ചുരുക്കി പറയുകയാണ്, ഇത് അറിയാത്തവരും ചിലപ്പോൾ വീഡിയോ കാണാൻ സാധ്യതയുണ്ട്. SSC എന്ന് പറയുന്നത് കേരള PSC പോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ജോലിക്ക് വേണ്ടി ആളെ എടുക്കുന്ന ഒരു ബോഡിയാണ്. അപ്പോൾ അതിൻ്റെ വിവിധങ്ങളായിട്ടുള്ള നോട്ടിഫിക്കേഷൻ, ഇപ്പോൾ PSC ഒരു ഗസറ്റിൽ ഒരുപാട് നോട്ടിഫിക്കേഷൻ വിളിക്കുമല്ലോ, അതുപോലെ 380ഓളം ഡിപ്പാർട്ട്മെൻറ്റ്, ഇപ്പോൾ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ അങ്ങനെ ഒരുപാടുണ്ടല്ലോ. ഡിഫൻസ്, നമ്മുടെ കേരള പോലീസ് എന്ന് പറയുന്ന അതൊരു ഫേം, ഒരു ഇതാണല്ലോ. അതുപോലെ ഡിഫൻസ് എന്ന് പറയുന്ന ഒരു ഫേം, അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കായിരുന്നു നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നത്. 380 ഉള്ളത് കൊണ്ട് തന്നെ അതിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട കേരളത്തിലൊക്കെ ജോലി വരുന്നത് നമ്മൾ എടുത്ത് വീഡിയോ ആയിട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മളിത് നോക്കാനായിട്ട് പോകുന്നത്. അത് കൂടാതെ പ്രത്യേകമായിട്ട് പറയാനുള്ളത്, ഇതിനെ അപേക്ഷിക്കാനായിട്ട് നമ്മൾ ആദ്യം SSCൻ്റെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. എങ്ങനെ രജിസ്റ്റർ ചെയ്യാന്നുള്ളതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫുൾ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ പോസ്റ്റ് അല്ലാതെ ഫുൾ നോട്ടിഫിക്കേഷൻ ഉണ്ട്, അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനെ അപേക്ഷിക്കേണ്ട SSCൻ്റെ ലിങ്ക് അതും താഴെ കൊടുത്തിട്ടുണ്ട്. കാരണം ഈ രജിസ്റ്റർ, ആദ്യം പറഞ്ഞ പോയിന്റ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അവരെന്ത് ഓൾറെഡി രജിസ്റ്റർ ചെയ്തവർ ഈ മൂന്നാമത് ഞാൻ വരച്ചതുപോലെ മൂന്നാമത് ഞാൻ ഇട്ട ആരോ എന്തിനാണെന്ന് വെച്ചാൽ SSCൻ്റെ വെബ്സൈറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ടെന്നുള്ളതായിരുന്നു. സോ അത് വെബ്സൈറ്റ് ലിങ്കിൽ ഡയറക്റ്റ് കയറിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് വന്നിട്ടുള്ള പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഇവിടെ കാണാൻ സാധിക്കും പോസ്റ്റിൻ്റെ കോഡ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈ കോഡ് വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. KK 14226 എന്നുള്ളതാണ് പോസ്റ്റ് കോഡ്. ലാബോറട്ടറി അറ്റൻഡൻറ്റ് പോസ്റ്റാണ്. അപ്പോൾ ഇതിൽ ബാംഗ്ലൂർ, കോഴിക്കോടിലാണ് പ്രധാനമായിട്ടും ഒഴിവ് റിപ്പോർട്ട് ചെയ്യുന്നത്. കോഴിക്കോട് 2ഉം ബാംഗ്ലൂർ 3ഉമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് ശ്രദ്ധിക്കുക. യോഗ്യത എന്ന് പറയുന്നത് മിനിമം 10ാം ക്ലാസ് മതി, മറ്റൊന്നും ചോദിക്കുന്നില്ല. മെട്രിക്കുലേഷൻ ഓർ ഇക്വാലൻറ്റ് ക്വാളിഫിക്കേഷൻ വിത്ത് സയൻസ്, അതായത് നമ്മൾ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ 10ൽ പഠിക്കുന്നുണ്ടല്ലോ, അത് മതി. അപ്പോൾ 10ാം ക്ലാസ് ഉണ്ടായിരിക്കണം എന്നാണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇത് വരുന്നത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് അതുപോലെ തന്നെ ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ കീഴിലാണ് ഈ ഒരു ജോബ് വരുന്നത്. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ജോലിയാണിതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഈ ശമ്പളം നിങ്ങൾക്കറിയാം, പുതിയ പേ കമ്മീഷൻ വരുമ്പോൾ ഇതൊന്നും ആയിരിക്കില്ല ശമ്പളം, ഇതിൻ്റെ ഡബിൾ ആയിരിക്കും നമുക്ക് ഏകദേശം വരാനായിട്ട് പോകുന്നത്. ബേസിക് സാലറിയാണ്, ഇതിൻ്റെ കൂടെ ഒരുപാട് അലവൻസ് ലഭിക്കും. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് 56,900 വരെയാണ് നിലവിൽ ലഭിക്കുന്ന ശമ്പളം എന്ന് പറയുന്നത്. പിന്നെ മറ്റ് സ്കിൽസും കാര്യങ്ങളൊന്നും ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. 18 to 25 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ മെയിൽ ആൻഡ് ഫീമെയിൽ ട്രാൻസ്ജെൻഡർ എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കും. ഗ്രൂപ്പ് C ആണ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കണ്ട. കാറ്റഗറി വൈസ് വേക്കൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ കാറ്റഗറിക്ക് എത്രയാണ് വേക്കൻസി, ജനറൽ 1, അതുപോലെ തന്നെ SC 2, പിന്നെ OBC 1, EWS 1, അങ്ങനെ വേക്കൻസി ഇവിടെ ഡിവൈഡ് ചെയ്ത് കൊടുത്തത് കാണാൻ സാധിക്കും. എല്ലാവർക്കും അപ്ലൈ ചെയ്യാം കേട്ടോ. ഇപ്പം STക്ക് വേക്കൻസി ഇല്ലാന്നാണെങ്കിൽ അവർക്ക് ജനറൽ പോലെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് പറയാനുള്ളത്. കൂടുതൽ വിവരങ്ങൾക്കുള്ള ലിങ്ക് താഴെ ലഭിക്കുന്നതായിരിക്കും. താങ്ക്